വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ചെയിൻ ലൂബ്രിക്കേഷനാണ്. അതായത് എങ്ങനെ ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്യാമെന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഇൻഫാക്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് പോകണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. അതിനകത്ത് ഏതൊക്കെ ടൈം ലൈനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ നടു റോഡിൽ നിന്നിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് എങ്ങനെ ചെയിൻ ലൂബ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഡ്രാഗ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പോയിന്റേഴ്സ് കൊടുത്തത്. അതല്ല നിങ്ങൾ വീട്ടിലിരുന്നാണ് കാണുന്നത്, ഇതിന് ശേഷമാണ് ചെയിൻ ലൂബ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയിൻ ലൂബ് ചെയ്യേണ്ടത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി ഏതൊക്കെ ചെയിൻ ലൂബാണ് നിങ്ങളുടെ വണ്ടിക്ക് പറ്റുന്നതെന്നുള്ളത്. അപ്പം ചെയിൻ ലൂബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ചെയിൻ ലൂബ് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളിൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ഇപ്പോൾ ഈ ചെയിൻ ലൂബ് ചെയ്യുന്നതെന്ന്, അതായത് എന്തിനാണ് ചെയിൻ ലൂബ്രിക്കേഷൻ്റെ ഒരു ആവശ്യമെന്ന്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തുടങ്ങാം. ചെയിൻ ലൂബ്രിക്കേഷൻ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി വണ്ടി കിട്ടുന്ന സമയത്ത് ചെയിൻ ലൂബ്ഡാന്ന് വിചാരിക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ ആദ്യം കോഴിയാണോ കോഴിമുട്ടയാണോ വന്നതെന്നുള്ള ക്വസ്റ്റ്യൻ പോലെ എത്തി. എന്നാലും ഞാൻ പറയാം, ആദ്യം ചെയിൻ ലൂബ് ചെയ്തതിന് ശേഷമാണ് വണ്ടി വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നൊരു വണ്ടീനകത്ത് ചെയിനിൽ ലൂബ് ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് നമ്മളിത് റോഡിൽ കൂടെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇത് ചെയിനിലേക്ക് ഡസ്റ്റ് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ അട്രാക്റ്റ് ചെയ്ത ഡസ്റ്റും ചെറിയ ചെറിയ മണൽത്തരിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറും. അങ്ങനെ ഈ ചെയിൻ കറങ്ങുന്ന സമയത്ത് ഈ സ്പ്രോക്കറ്റിനകത്ത് തട്ടിയതിന് ശേഷം ഈ ചെയിന് ശരിക്കും പറഞ്ഞാൽ സ്പ്രോക്കറ്റിന് ഇടയിൽ വെച്ച് ഈ ഡസ്റ്റിനെയും മണൽത്തരിനെയൊക്കെ നല്ല പേസ്റ്റ് ആക്കും. നല്ല പേസ്റ്റ് ആക്കിയതിന് ശേഷം അതൊന്ന് ചെയിനിൻ്റെ മുകളിൽ തന്നെ ഡെപ്പോസിറ്റ് ആവും. അതല്ലെങ്കിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ അവിടെ പോയിട്ട് അത് ഡെപ്പോസിറ്റ് ആയി കിടക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയിൻ ഇൻഫാക്റ്റ് ശരിക്കും ഈസി ആയിട്ട് നീങ്ങേണ്ട ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലുള്ള ഡ്രൈവ്, അതായത് മുന്നിലുള്ള പവർ പിന്നിലേക്ക് എത്തിക്കലാണ് ചെയിനിൻ്റെ ജോലി. അപ്പോൾ ഈ ചെയിൻ ഭയങ്കര സ്റ്റിഫായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പവർ റെയിൽവേയിൽ കിട്ടില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയിനാണ് വണ്ടിയുടെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യേണ്ട ഒരു പാർട്ട്, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പവർ എത്തിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത്. ഇനി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴൊക്കെ ചെയിൻ ലൂബ് ചെയ്യണമെന്ന്. അതിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയിനിലേക്ക് നോക്കുക, എന്നിട്ട് അത് ഡേർട്ടി ആയെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ലൂബ് ചെയ്യുക. ജനറലി പറയുകയാണെങ്കിൽ ഒരു മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരു 500 മുതൽ 700 കിലോമീറ്റർ വരെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ചെയിൻ ലൂബ് ചെയ്യേണ്ടി വരും. അതല്ല ഒരു ഡ്രൈ കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 750 മുതൽ 1000 കിലോമീറ്റർ വരെയൊക്കെ ചെയിൻ ലൂബ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 in 1000 കിലോമീറ്റേഴ്സാണ് ഒരു ഡ്രൈ കണ്ടീഷനിൽ ചെയിൻ ലൂബ് ചെയ്യേണ്ടത്. അതല്ല വെറ്റ് കണ്ടീഷനിലാണ്, മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ 1 in 500 to 600 കിലോമീറ്ററിൽ ചെയിൻ ലൂബ് ചെയ്യണം. ഇനി ചെയിൻ ലൂബ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ചെയിൻ ലൂബ് ചെയ്യുന്നതിന് മുന്നേ ഞാനിപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഷൂട്ട് ചെയ്തത് ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് വ്ളോഗ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് കൊണ്ടുവന്ന് ചെയ്യുന്നത്. ഇൻഫാക്ട് ഞാൻ ഒരുപാട് തവണ ചെയിൻ ലൂബ് ചെയ്യാറില്ല. കാരണം ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട സമയത്ത് ഞാൻ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ടാണ് ചെയ്യാറ്. ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന വേറൊരു സംഭവമുണ്ട്, അത് ഞാൻ വേറെ കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ട ചെയിൻ ലൂബിനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഈ കവർ അഴിച്ച് മാറ്റുക എന്നുള്ളതാണ്. അത് ഈ കാണുന്ന സ്ക്രൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ കവർ അഴിച്ച് മാറ്റാം. പല വണ്ടികളിലും നിങ്ങൾക്ക് ഈ ഗിയർ ലിവറിൻ്റെ ഈ ഷിഫ്റ്റർ അഴിച്ച് മാറ്റിയാൽ മാത്രമേ ഇത് അഴിക്കേണ്ട കാര്യമുള്ളൂ. അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്താണ് മേജർ ഡേർട്ട് വന്ന് കിടക്കുന്നത്, മേജർ ചളി. അത് ശരിക്കും തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം ആ ചളിയൊക്കെ പോക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ അത് ഊരാൻ പറയുന്നത്. അത് ഊരിയിട്ട് അതിനുശേഷം അവിടെയുള്ള ചളിയെല്ലാം പോക്കുക. അതിനുശേഷം നിങ്ങൾ ചെയിൻ ക്ലീനർ എന്ന് പറയുന്ന ഒരു സംഭവം അപ്ലൈ ചെയ്യണം. അപ്പം ഈ ചെയിൻ ലൂബ്രിക്കേഷന് 2 ഭാഗം, ഒന്ന് ചെയിൻ ക്ലീൻ ചെയ്യണം, രണ്ടാമത് ചെയിൻ ലൂബ് ചെയ്യണം. ചെയിൻ ക്ലീൻ ചെയ്യേണ്ടത് എന്തുപയോഗിച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയിൻ ക്ലീനേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ പലരും WD-40 യൂസ് ചെയ്യാറുണ്ട്, പലരും കെറോസിൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് പലർക്കും സംശയമുണ്ട്, WD-40 ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഈ WD-40 എന്ന് പറയുന്നത് മേജർലി കെറോസിൻ തന്നെയാണ്. അപ്പം ഒന്നുകിൽ നിങ്ങൾക്ക് കെറോസിൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ WD-40 യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെയിൻ ക്ലീനേഴ്സ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിടാം. ഇതിനൊക്കെ മുമ്പായിട്ട് വണ്ടി സെൻറ്റർ സ്റ്റാൻഡിലായിരിക്കണം. വണ്ടീൻ്റെ റെയർ വീല് ഫ്രീ മൂവിങ് ആയിരിക്കണം. നിങ്ങൾക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ പാഡോക്ക് സ്റ്റാൻഡ് ഇടുക. അതല്ലെങ്കിൽ പല സെറ്റപ്പുകളും ഉണ്ട് ഇടാൻ.
അപ്പുറ സൈഡിൽ നിന്ന് ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒന്നെങ്കിൽ പാഡോക്ക് സ്റ്റാൻഡ് അല്ലെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡ് ഇടുക, അതിനുശേഷം മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു സംഭവം, ഞാൻ എപ്പോൾ ടയർ തിരിക്കാൻ പറയുമ്പോഴും നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി ഗിയറിലിട്ട്, വണ്ടി ഓണാക്കി ഗിയറിലിട്ട് വണ്ടിയുടെ ടയർ തിരിക്കരുത്. കാരണം ഇത് ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അതിൽ 99% ആൾക്കാരുടെയും വിരൽ പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. അപ്പം ഇനി എങ്ങനെ ചെയിൻ ക്ലീനർ അപ്ലൈ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ജനറലി ഞാൻ പറയാറ്, ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിൽ നിന്നായിരിക്കുമല്ലോ നിങ്ങൾ എങ്ങനെ പോയാലും ചെയിൻ ലൂബായാലും ചെയിൻ ക്ലീനറായാലും അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഈ ചെയിൻ്റെ പുറകിലായിട്ട് വെക്കുക. അതായത് ടയറിനും ചെയിനിലും ഇടയിലായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് വെക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്പ്രേ ചെയ്യുന്ന ഈ സംഭവം ലൂബാവട്ടെ എന്തും ആവട്ടെ അതൊന്നും ടയറിൽ തട്ടാൻ പാടില്ല. കാരണം ടയറിൻ്റെ ഫ്രിക്ഷൻ പോവും, അപ്പം ടയർ സ്ലിപ്പാവും. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാർഡ്ബോർഡ് പീസ് ഈ ചെയിൻ്റെയും ടയറിൻ്റെ ഇടയിലാക്കി വെക്കാൻ. ഇനി ഈ ചെയിൻ ക്ലീനർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയിൻ ക്ലീനർ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടതിന് ശേഷം വണ്ടിയുടെ ടയർ തിരിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിക്കുക. എന്നിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഈ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരുവിധം അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അയഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത സംഭവം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയിൻ ക്ലീൻ ചെയ്യാനാണ്. അപ്പം പലരും പല ബ്രഷുകളൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു രീതിയിലും മെറ്റാലിക് ആയിട്ടുള്ള ബ്രഷും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. കാരണം നിങ്ങൾ ഈ മെറ്റാലിക് ബ്രഷുകളൊക്കെ യൂസ് ചെയ്യുന്നൊരു സമയത്ത് ഇൻഫാക്ട് ചെയിന് ഡാമേജ് ആവുക ചെയ്യും. ഞാൻ ഈ പടത്തിനകത്ത് കാണുന്ന പോലത്തെ ഒരു ബ്രഷൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നൈലോൺ ബ്രിസിൽസോ അല്ലെങ്കിൽ നമ്മൾ പല്ല് തേക്കുന്ന പോലത്തെ ബ്രഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. ഒരു രീതിയിൽ നിങ്ങൾ മെറ്റാലിക് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യരുത്. അത് ഫൈനലി നിങ്ങളുടെ ഓറിങ്ങിനെയൊക്കെ ഡാമേജ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് തേച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ആൾക്കാർ സബീന, വിമ്മ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് അടിച്ച് ഒളിച്ച് തേച്ച് കഴുകുന്നത് ചെയിന്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ചെയിൻ ക്ലീൻ ചെയ്യുന്നത് ചെയിൻ ക്ലീനേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, സോപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടൊന്നുമല്ല. പിന്നെ ജനറലി നിങ്ങളുടെ വാഷിന് ശേഷമാണ് ചെയ്യുക. വാഷിൻ്റെ സമയത്ത് കുറച്ച് സോപ്പ് അവിടെ ഇവിടെ ആയാൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ജസ്റ്റ് ഫ്രഷ് വാട്ടർ ഒന്ന് അപ്ലൈ ചെയ്യുക, അത്രേ ചെയ്യേണ്ടൂ. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി കഴുകിയതിന് ശേഷമാണ് ചെയിൻ ലൂബ് ചെയ്യുക. ചെയിൻ ലൂബ് ചെയ്തതിന് ശേഷം വണ്ടി കഴുകരുത്. കാരണം ലൂബ് വെള്ളത്തിനകത്ത് പോയി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ചെയിൻ വൃത്തിയാക്കാൻ നിങ്ങളിപ്പോൾ എന്നോട് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, കുറച്ച് തുണി എടുക്കുക. അതായത് നമ്മളെ പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് വെച്ച് നല്ലോണം കൈ കൊണ്ട് തന്നെ നല്ലോണം ടയർ തിരിച്ച് എല്ലാ സൈഡും ക്ലീൻ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ചെയിന് ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ഫോട്ടോയിലൊരു സംഭവം കാട്ടുന്നത്, അതായത് ചെയിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ചെയിൻ്റെ ഒരു സെറ്റപ്പ് എടുത്തിട്ട് ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിനകത്ത് നമ്മൾ ലൂബ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ ഓറിങ് മാത്രമാണ്. ആ നടുക്ക് കാണുന്ന പിന്നിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫാക്ടറി ഗ്രീസ് തന്നെ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും അതൊന്നും അല്ല ലൂബ് ചെയ്യുന്നത്. നമ്മൾ ഈ റിങ്ങുകൾ മാത്രമാണ് ലൂബ് ചെയ്യുന്നത്. ഓ റിങ് എന്ന് പറയുന്നത്, ഓ റിങ് ഉണ്ട്, എക്സ് റിങ് ഉണ്ട്, സി റിങ് ഉണ്ട്, അങ്ങനത്തെ റിങ്ങുകൾ മാത്രമാണ് നമ്മൾ ലൂബ് ചെയ്യുന്നത്. മിക്കവാറും വണ്ടികളിൽ വരുന്ന ഓ റിങ് ആണ്. അത് തന്നെയാണ് നമ്മൾ മെജോറിറ്റിയുള്ള ഇന്ത്യൻ വണ്ടികളും കണ്ടുവരാറ്. അപ്പം അത് മാത്രമാണ് ലൂബ് ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യാനാണ്. ചെയിൻ ലൂബ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ എഞ്ചിൻ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യരുത് എന്ന് തന്നെയാണ് ഞാൻ പറയാറ്. അതിന് പകരം സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയിൻ ലൂബ്രിക്കൻസ് ഉണ്ട്. ചെയിൻ ലൂബ്രിക്കൻസിനെ വാങ്ങിയിട്ട് ചെയ്യാം. ഇപ്പോഴാണ് ഒരു സംശയം വരിക, ഏത് ലൂബ്രിക്കൻ്റാണ് വാങ്ങേണ്ടതെന്ന്. കാരണം മാർക്കറ്റിൽ പല രീതിയിലുള്ള ലൂബ്രിക്കൻസ് ഉണ്ടാവും. ഇനി ഞാൻ പറയട്ടെ, നമുക്ക് ഈ ലൂബ്രിക്കൻസിനെ മൊത്തമായിട്ട്, ചെയിൻ ലൂബ്രിക്കൻസിനെ മൊത്തമായിട്ട് 2 രീതിയിൽ കാണാം. ഒന്നെങ്കിൽ ഡ്രൈ ലൂബ് എന്ന് പറയാം, അതല്ലെങ്കിൽ വെറ്റ് ലൂബ് എന്ന് പറയാം. ഇത് നിങ്ങളുടെ ആവശ്യാനുസരണമാണ് നിങ്ങൾ നോക്കി വാങ്ങേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഒരു ഓഫ് റോഡ് വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അതായത് ഒരുപാട് ഡസ്റ്റി ആയിട്ടുള്ള കണ്ടീഷൻസിൽ വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ വെറ്റ് ലൂബാണ് വാങ്ങേണ്ടത്. അത് ഒരുപാട് ഡസ്റ്റി ആവുന്നൊരു സമയത്ത് നിങ്ങൾ വെറ്റ് ലൂബാണ് വാങ്ങേണ്ടത്. ഈ ഒരുപാട് ഡേർട്ട് വരുന്ന സമയത്തും ഒരുപാട് നേരം ചെയിനിൽ നിൽക്കും. ഇനി അതല്ല, ഞാൻ പറഞ്ഞു വെറ്റ് ലൂബ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ വെറ്റ് ലൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ
ടിപ്പ് അപ്ലൈ ചെയ്തതാണ്. അതായത് റോഡ് ഗോയിങ് മോട്ടോർ സൈക്കിൾസിലേക്ക് പറ്റിയ സംഭവങ്ങളാണ് വെറ്റ് ലൂബ് എന്ന് പറയുന്നത്. ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാൻ വിട്ടൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞു ഓറിങ്ങിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഇങ്ങനെ അടിക്കാം, അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും അടിക്കാം. അപ്പം ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കായിട്ട് അങ്ങോട്ടേക്കൊരു നോസിൽ വെച്ച് അടിക്കുന്ന രീതി ചെയ്യാം. ഞാൻ പറഞ്ഞു പേപ്പർ കാർഡ്ബോർഡ് വെച്ചിരിക്കണം എന്ന്. പിന്നെ അത് പോരാഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെയൂടെ ഒന്ന് അടിക്കുക. അതായത് ഈ ഒരു ഡയറക്ഷനിൽ നിന്നും ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ ലൂബ് എല്ലാ സ്ഥലത്തും സെറ്റായിട്ട് എത്തിയിട്ടുണ്ടാവും. പിന്നെ വണ്ടി അന്ന് ഓടിക്കാതിരിക്കുക. ഒരു മിനിമം ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ ബ്രേക്ക് കൊടുത്തതിന് ശേഷം വണ്ടി നിങ്ങൾക്ക് ഓടിച്ചു തുടങ്ങാവുന്നതാണ്. ജനറലി ചെയിൻ ലൂബ് ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്പം തന്നെ വണ്ടി ഓടിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ഓവർനൈറ്റ് ഒക്കെ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പൊതുവെ ചെയ്യാറെന്താ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി ലൂബ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ മുതൽ റൈഡ് തുടങ്ങും. അങ്ങനെയാണ് നിങ്ങൾ ലൂബ് ചെയ്ത് അപ്പം തന്നെയാണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ലൂബ് എല്ലാം തന്നെ അപ്പം തന്നെ പോകാൻ ഒരു സാധ്യതയുണ്ട്. കാരണം ലൂബ് സെറ്റ് ചെയ്യാൻ ഒരു സമയം എടുക്കും. ആ സമയം നിങ്ങൾ വണ്ടിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇത് മാത്രം ചെയ്താൽ പോരാ, വൺസ് ഇൻ എ വൈൽ നിങ്ങൾ ചെയിൻ്റെ സ്ലാക്കും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് ഇൻഫാക്റ്റ് ഒരു ടൂൾസൊക്കെ വെച്ചിട്ടുള്ള ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ ഓർഡറിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ വണ്ടി പാഡോക്ക് സ്റ്റാൻഡിലിടുക, അല്ലെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡിലിടുക. അതിനുശേഷം ചെയിൻ ക്ലീനർ അപ്ലൈ ചെയ്യുക, ടയറിനകത്തേക്ക് ആവാത്ത രീതിയിൽ. രണ്ടാമതായിട്ട് 1 മിനിറ്റ് സമയം കൊടുക്കുക, അതൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് അതൊരു തുണിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മുഴുവനായിട്ട് കൈ കൊണ്ട് തന്നെ തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം 4 നമ്മൾ ചെയിൻ ലൂബ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രയ്ക്കാണ് ചെയിൻ ലൂബ്രിക്കേഷനെ കുറിച്ചുള്ളൊരു വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്ത് ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ആയെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.